ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജൂലൈ 27. പാപം പതുക്കെ വാതിലിനു പുറത്തേക്ക് നടക്കുന്നു. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അവയെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. സദൃശവാക്യങ്ങൾ 28 അധ്യായം 13 വാക്യം. താൻ അത് ചെയ്യരുതെന്ന് വിൻസ്റ്റണിന് അറിയാം. അതുകൊണ്ട് അവൻ ഒരു തന്ത്രപരമായ ഒരു നീക്കം സ്വീകരിച്ചു. ഞങ്ങളതിനെ പതുക്കെ നടത്തുമെന്ന് വിളിക്കുന്നു. ആരെങ്കിലും ഊരിയിട്ട ഒരു ഷൂ കാണുകയാണെങ്കിൽ അവൻ ആ ദിശയിലേക്ക് യാദൃശ്ചികമെന്നോണം നടക്കും. ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ബോധ്യമായാൽ ഷൂ തൻ്റെ കാലിലിട്ടുകൊണ്ട് പതുക്കെ പുറത്തേക്ക് നടക്കും. ഓ അമ്മേ! വിൻസ്റ്റൺ അമ്മയുടെ ഷൂവുമായി വാതിലിന് പുറത്തേക്ക് പതുക്കെ നടക്കുന്നു. നമ്മുടെ പാപത്തെ പതുക്കെ നടത്തം കൊണ്ട് ദൈവത്തെ മറയ്ക്കാമെന്ന് ചിലപ്പോഴൊക്കെ നാം വിചാരിക്കുന്നു എന്ന് വ്യക്തമാണ്. അവൻ ശ്രദ്ധിക്കില്ലെന്നില്ലെന്ന് ചിന്തിക്കാൻ നാം പ്രലോഭിക്കപ്പെടുന്നു. ഇത് എന്തായാലും വലിയ കാര്യമൊന്നുമല്ല നാം വാദിക്കുന്നു. പക്ഷേ ആ തിരഞ്ഞെടുപ്പുകൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നില്ലെന്ന് വിൻസ്റ്റണിനെ പോലെ നമുക്കും നന്നായി അറിയാം. ഏദൻ തോട്ടത്തിലെ ആദാമിനെയും ഹവ്വായെയും പോലെ നമ്മുടെ പാപത്തിൻ്റെ ലജ്ജ കാരണം നാം മറയ്ക്കാൻ ശ്രമിച്ചേക്കാം. അല്ലെങ്കിൽ അത് സംഭവിച്ചില്ലെന്ന് നടിച്ചേക്കാം. എന്നാൽ വളരെ വ്യത്യസ്തമായ ഒന്ന് ചെയ്യാൻ, ദൈവത്തിൻ്റെ കരുണയിലേക്കും ക്ഷമയിലേക്കും ഓടിച്ചെല്ലാൻ തിരുവെഴുത്ത് നമ്മെ ക്ഷണിക്കുന്നു. സദൃശവാക്യങ്ങൾ 28 അധ്യായം 13 വാക്യം നമ്മോട് പറയുന്നു, തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അവയെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് പ്രതീക്ഷിച്ച് പതുക്കെ നടത്തത്തിലൂടെ നമ്മുടെ പാപത്തെ മറയ്ക്കാൻ ശ്രമിക്കരുത്. നമ്മുടെ തിരഞ്ഞെടുപ്പുകളെക്കുറിച്ച് സത്യം പറയുമ്പോൾ നമ്മോട്, ദൈവത്തോട്, വിശ്വസ്തനായ ഒരു സുഹൃത്തിനോട് രഹസ്യ പാപം ചുമക്കുന്നതിൻ്റെ കുറ്റബോധത്തിൽ നിന്നും ലജ്ജയിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം കണ്ടെത്താനാകും. ചിന്തിക്കുക, പതുക്കെ നടത്തത്തിലൂടെ നമ്മുടെ പാപത്തെ മറയ്ക്കാൻ പ്രലോഭിപ്പിക്കപ്പെടുന്ന എന്തെങ്കിലും വഴികളുണ്ടോ? ഏറ്റുപറയുന്നതിൽ നിന്ന് നമ്മളെ തടയുന്ന തടസ്സങ്ങൾ ഏതാണ്? ദൈവത്തിന് മഹത്വം.